അഡ്വക്കേറ്റ് രാംകുമാർ, ഇടത് ഭരണത്തിനെതിരായ വിധിയെഴുത്ത്, ആന്റി ഇൻകംബൻസി, അതിന്റെ സ്വാഭാവികമായ ഗുണഭോക്താക്കളായി UDFും കോൺഗ്രസും മാറി എന്നാണ് കോൺഗ്രസ് പ്രതിനിധി ശ്രീ PM നിയാസ് പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? എന്റെ വിനീത അഭിപ്രായത്തില് ഇവിടെ UDFന് വീമ്പടക്കാൻ മാത്രം ഒരു വിജയമുണ്ടായിട്ടില്ല. ഇവിടെ വിജയിച്ചത്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല, രാഷ്ട്രീയമായ ശക്തമായ അഭിപ്രായമുണ്ടെങ്കിലും എന്റെ മണ്ഡലവും പ്രവർത്തന മേഖലയും രാഷ്ട്രീയമല്ല, നിയമമാണ്. പക്ഷേ ഒരു കുതൂഹലിയായ ഒരു രാഷ്ട്രീയ ഗവേഷകൻ എന്ന നിലയ്ക്ക് എന്റെ വീക്ഷണത്തില് ഇവിടെ യഥാർത്ഥത്തിൽ ജയിച്ചത് ജമാഅത്ത് ഇസ്ലാമിയും SDPഐയും മുസ്ലിം ലീഗുമാണ്. ഒരിക്കൽ കൂടി മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ B ടീമാണ് എന്ന് വ്യക്തമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലീഗില്ലാണ്ട് കോൺഗ്രസ് എവിടെയാ ജയിച്ചത്? മലബാർ മേഖലയിലെ മിക്കവാറും സീറ്റുകൾ ലീഗിന്റെ ഔദാര്യം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചതാണ്. പണ്ട് മുതൽക്ക് തന്നെ UDFന്റെ ശക്തി കേന്ദ്രമാണെന്ന് അറിയപ്പെടുന്ന എറണാകുളത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആനുകൂല്യം കൊണ്ടാണ് അവർ ജയിക്കുന്നത്. രാഷ്ട്രീയമായി ഒരു സീറ്റ് ഇത്രയും മഹത്തായ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? ഏതെങ്കിലും ഒരു മണ്ഡലം രാഷ്ട്രീയമായി ഞങ്ങളുടേതാണ്. ഒന്നുകിൽ യാക്കോബായ സമുദായം ഭൂരിപക്ഷം, അല്ലെങ്കിൽ കത്തോലിക്ക സമുദായം ഭൂരിപക്ഷം, അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഭൂരിപക്ഷം. ഇതല്ലാതെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തില് കഴിഞ്ഞ 100-ലധികം കാലം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാലത്ത് മഹത്തരമായൊരു പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അധപ്പതനം ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു പണ്ടത്തെ ആരാധകൻ എന്ന നിലയ്ക്ക് സങ്കടത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഇന്ന് പരിപൂർണമായും ലീഗിന്റെ അടിമയായി മാറിയിരിക്കുകയാണ് മഹത്തായ ഇന്റർനാഷണൽ. ലീഗിന്റെ മാത്രമാണെങ്കിൽ നമുക്ക് സങ്കടമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPയുടെയും അടിമയായി മാറിയിരിക്കുകയാണ് UDF. 102 സീറ്റുകളാണ് SDPI ജയിച്ചത്. മലപ്പുറത്തെ വോട്ടിംഗ് സമ്പ്രദായം നോക്കും, എതിർ പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിലാണ് ലീഗ് ജയിച്ചത്. ഇതിന് തുല്യമായി കണ്ണൂർ ജില്ലയിലെ ആന്തൂര് മാത്രമാണ് പ്രതിപക്ഷമില്ലാത്തത്. അപ്പോ ഇങ്ങനെ ഏകപക്ഷീയമായി ജയിക്കാൻ കഴിവുള്ള നമ്മുടെ രാജ്യത്തെ വിഭജിച്ച ഒരു ശക്തിയുമായി യോജിച്ചുകൊണ്ട് വീമ്പടിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ മഹത്തായ ഒരു പാർട്ടിക്ക് ചേർന്നതാണോ? ഇനിയെങ്കിലും അവരതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. മറ്റുള്ളവരുടെ ചെലവിൽ ഞങ്ങൾ വലിയ നേട്ടം കൊയ്തു എന്ന് വീമ്പളക്കുന്നത് മോശമാണ്. ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. ശരിയാണ്, ഭരണവിരുദ്ധ വികാരം കൊണ്ട് വേറെ വോട്ട് ചെയ്യാൻ സാധ്യത കുറവായ മണ്ഡലങ്ങളിൽ UDF കിട്ടിയെന്ന് ശരിയാണ്. പക്ഷേ എല്ലാവരും പുച്ഛിച്ച് തള്ളിയ BJPയുടെ വളർച്ച നോക്കൂ. മിക്കവാറും എല്ലാ പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ കോട്ടക്കലടക്കം അവർക്ക് പ്രതിനിധികളുണ്ടായി, കണ്ണൂർ ജില്ലയിലുണ്ടായി, ആലപ്പുഴയിലുണ്ടായി, പത്തനംതിട്ടയുണ്ടായി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ കക്ഷിയായി. ഈ ഒരു അവകാശവാദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉന്നയിക്കാൻ പറ്റുമോ? എനിക്കും എന്റെ ഏമാനും കൂടി 1000 രൂപ എന്ന് പറയും പോലെ മുസ്ലിം ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും കൂടി കിട്ടിയ സീറ്റുകൾ ഞങ്ങളുടെ വലിയ അധ്വാനം കൊണ്ടാണെന്ന് അവകാശം ബാലിശമാണ്, അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് അത് ഈ രാജ്യത്തെ ഭാവിക്കുണ്ടാവുന്ന അപകടങ്ങളെപ്പറ്റി ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകര് ഇനിയെങ്കിലും ആലോചിക്കേണ്ട സമയമായിരിക്കും. ഇതുപോലെ മതശക്തികളെ വളർത്തി അധികാരത്തിലേക്ക് ചുവടുറപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഈ ഘട്ടത്തിലെങ്കിലും താൽക്കാലികമായൊരു വിജയം കിട്ടി. ഞാൻ വേറെ ഒന്ന് പറഞ്ഞോട്ടെ, CPMന്റെ LDFന്റെ അടിത്തറ തകർന്നു. എങ്ങനെ അടിത്തറ തകർന്ന്? 341 പഞ്ചായത്തുകൾ അവർക്കുണ്ടായിരുന്നത് 340ലും ഇത്തവണ അവർ വിജയിച്ചു. ഒരു പഞ്ചായത്താണ്. അതിന് പകരം പല പഞ്ചായത്തുകളും അത് പിടിച്ചെടുത്തു, പല മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുത്തു. BJP ഭരിച്ചിരുന്ന 12 അവർ പിടിച്ചെടുത്തു.
ഇതുപോലെ ഉദാഹരണങ്ങൾ കാണിക്കാം. അത് രാഷ്ട്രീയമായ നേട്ടമാണ്. ആ നേട്ടം UDF അവകാശപ്പെടാൻ പറ്റൂ? നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ജനങ്ങൾ അംഗീകരിച്ചു എന്ന് UDF അവകാശപ്പെടാൻ പറ്റൂ? അതുണ്ടെങ്കിലേ ഈ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി എന്ന് പറയാവുള്ളൂ. രാഷ്ട്രീയം തത്വശാസ്ത്രത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും പിൻബലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ രാഷ്ട്രീയത്തെ മതാണത്തിനാക്കി അതപ്പതിച്ചുകൊണ്ട് വീമ്പിളക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ശുഭകരമല്ല. ഞാൻ അത്യധികം വിഷാദത്തോടുകൂടിയാണ് പറയുന്നത്, വിരോധത്തോടുകൂടിയില്ല, ക്ഷമിക്കണം. പക്ഷേ സത്യമാണ് ഞാൻ പറയുന്നത് എന്നാണ് വോട്ടിന്റെ സമ്പ്രദായം വിശകലനം ചെയ്ത് നോക്കുന്ന വിദഗ്ധർക്ക് അഭിപ്രായ പഠനം നടത്താറുണ്ട്.